ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. KSFE അസിസ്റ്റന്റ് ഉൾപ്പെടെ 41 തസ്തികകളിലേക്ക് PSCയുടെ വിജ്ഞാപനം ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് വന്നിട്ടുള്ള റിപ്പോർട്ട്. ഫെബ്രുവരി 28-ാം തീയതിയുടെ PSCയുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിലൂടെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. ഇനി വിളിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ KSFE, KSEB അസിസ്റ്റൻറ്റ്, അതുപോലെ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ഉൾപ്പെടെ 41 തസ്തികകളിലേക്കാണ് വിജ്ഞാപനങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗസറ്റാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 28-ാം തീയതി, നമ്മുടെ ഫെബ്രുവരി 28-ാം തീയതി തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. മാർച്ച് 30 വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതായിരിക്കും. മത്സ്യഫെഡിലേക്ക് ഡ്രൈവർ, സംസ്കൃതം അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ബയോ കെമിസ്ട്രിയിലെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, വിവിധ വിഷയങ്ങളിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ, വ്യവസായ പരിശീലന വകുപ്പിൻ്റേതാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയാൻ പോകുന്ന വകുപ്പ് വരാനായിട്ട് പോകുന്നത്, തുടങ്ങിയവയാണ് മറ്റ് വിജ്ഞാപനങ്ങളെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അറബിക് ലാംഗ്വേജിൻ്റെയാണ് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ വരുന്നത്, അറബിക്കിൻ്റേതാണ്. അതുപോലെ തന്നെ ഇതിന് ഈ ഒരു ടീച്ചർ പരീക്ഷയ്ക്ക് അഭിമുഖങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂ നടത്തിയിട്ടായിരിക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇടുക്കിയിൽ ജുഡീഷ്യൽ സിവിൽ വകുപ്പിലേക്ക് ഡഫേദാർ തസ്തികകളുടെ സാധ്യത പട്ടികകൾ ഉടനെ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ നിർത്തിവെച്ച പരീക്ഷകൾ 21-ാം തീയതി മുതൽ പുനരാരംഭിക്കും. അഭിമുഖവും രേഖാപരിശോധനയും അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുമെന്നും പറയുന്നുണ്ട്. ഇത് നമ്മുടെ മാതൃഭൂമിക്കകത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ PSCയുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന വിജ്ഞാപനത്തെക്കുറിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും KSFE, KSEBയിലേക്ക് എന്തായാലും ഉടനെ തന്നെ ആപ്ലിക്കേഷൻസ് അയക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ വിവരങ്ങൾ അറിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. എന്തായാലും പുതിയ വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.